നമസ്കാരം, എൻ്റെ പേര് ഷിംജോ ജെയിംസ്. ഇപ്പോൾ കേരളം നേരിടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാസീവ് മൈഗ്രേഷൻ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ പുതിയ അവസരങ്ങൾ തേടി പുതിയ കാര്യങ്ങൾ പഠിക്കാനായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ഇതിനെപ്പറ്റി കേരളത്തിൽ ഇന്ന് ഏറ്റവും ആത്യന്തികമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരാൻ സാധിക്കുന്നത് ഡോക്ടർ പി വിജയൻ സാറിനാണ്. സാറ് അത്രയധികം ലോകങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ലോകരാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആളുകൾക്ക് ലോകരാഷ്ട്രങ്ങളിൽ അറിവും ട്രെയിനിങ്ങും കൊടുത്തിട്ടുള്ള ഒരാളാണ്. സാറിൻ്റെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വളരെ വാല്യുബിൾ ആയിരിക്കും. പ്ലീസ് സർ. ഇതിനകത്തെ ഇപ്പോൾ ഈ മാസീവ് മൈഗ്രേഷൻ യെസ് കേരളത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് അപ്പം നമുക്കതുകൊണ്ടുള്ളൊരു ദോഷവശങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതി പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നല്ല ബ്രെയിൻ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ഓക്കെ ഓക്കെ, പക്ഷേ അതിന് മറുവശമുണ്ട്. ഒരു 40-50 വർഷം മുമ്പൊക്കെ ഈ ഒരു വലിയ പ്രതിഭാസം ഉണ്ടായിരുന്നപ്പോൾ നമ്മളിതിനെ പറഞ്ഞപ്പോൾ നമ്മുടെ IIT എന്നൊക്കെ പഠിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർ ഇന്ന് ലോകത്തിലെ പല കമ്പനികളുടെയും ടോപ്പിൽ വന്നിട്ടുണ്ട്. അവരാണ് ഇന്ന് ലോകത്തിലെ ഇന്ത്യയുടെ അംബാസഡേഴ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇന്ന് നമ്മൾ പല ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അവരിന്നും ഇൻസ്ട്രുമെൻ്റലാണ്. അവർ പോയാൽ എന്നേക്കുമായിട്ട് പോകുമല്ല, ഓക്കെ അവരുടെ മനസ്സ് ഇവിടെ തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി സെപ്പറേഷൻ. പേരൻസിനെയൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ അവരൊറ്റയ്ക്കായി പോകുന്നു എന്നുള്ള. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അമ്മ ഇതുപോലെ രാത്രി സുഖമില്ലാതായി താഴെ വീണപ്പം അമേരിക്കയിലെ മകനെ വിളിച്ച് പറഞ്ഞിട്ടാണ്. അമേരിക്കയിലെ മകൻ ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞ് കഥകളെല്ലാം അടച്ചേക്കുവാണ്. അപ്പോൾ അത് പൊളിച്ചകത്ത് കയറി ഒരു സംഭവം മധ്യ കേരളത്തിൽ ഉണ്ടായത് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണുക. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന പേരൻസിന്, അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മക്കളിവിടെ ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാ മക്കളും പേരൻസിനെ നോക്കുന്നുണ്ടോ? ഇല്ലില്ല, അനുസരണ മനോഭാവം കുറയുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയിൽ. അതല്ല ഇതിനകത്ത് ഇഷ്യൂ. ഓക്കെ, ലോകത്തിലെ ഒരു ജീവിയും ഈ അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കും, പക്ഷേ അതിന് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രായം അങ്ങ് കൂടി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഒരിക്കലും തിരിച്ചു നോക്കുന്നില്ല. സിംഹത്തെ നോക്കുന്നുണ്ടോ? വലിയ കഷ്ടത്തിലാണ് സിംഹം മരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഒരു ആഗ്രേറിയൻ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു അണുകുടുംബത്തിൽ നമ്മൾ അതൊട്ടും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിന്ന് ഈ സീനിയർ ലീവിങ്, റിട്ടയർമെൻറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ലീവിങ്ങിലേക്ക് നമ്മളെപ്പോഴും മാറുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊരു ഇതിപ്പോൾ നമുക്ക് പറയുന്നത് കൾച്ചറൽ ഏലിയനേഷൻ. നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ നഷ്ടപ്പെട്ടു പോകുന്നു, ട്രഡീഷൻസ് നഷ്ടപ്പെട്ടു പോകുന്നു, ലാംഗ്വേജ് നഷ്ടപ്പെട്ടു പോകുന്നു. പൂർണ്ണമായിട്ട് ശരിയല്ല. ഓക്കെ, ന്യൂയോർക്കിലൊക്കെ മക്കളെ മലയാളം പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷിനെ കഴിഞ്ഞും കൂടുതൽ ഫീസ് കൊടുത്ത് ട്യൂഷൻ ടീച്ചേഴ്സിനെ വെക്കാറുണ്ട്. ഭരതനാട്യവും മറ്റിവിടുത്തെ പല സംഭവം ഞാൻ അവിടെ പോയി നമ്മുടെ അവിടുത്തെ പിള്ളേർ, ഞാനതിന് അവരുടെ മത്സരത്തിലൊക്കെ ജഡ്ജായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അവർ വലിയൊരു നല്ലൊരു പ്രൗഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ മറ്റൊരു സിറ്റിയിൽ US വന്നപ്പം അന്തം വിട്ടു പോയത്, ഇവിടുന്ന് വല്ല പാടുപെട്ട് ചെണ്ടയൊക്കെ കൊട്ടി പഞ്ചവാദ്യങ്ങളൊക്കെ വെച്ച് വരവേച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ഇത് ചെയ്തു. അപ്പം സെലിബ്രേഷൻസ് നടത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയല്ല. വീണ്ടും മറ്റൊരു എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുമ്പോൾ, ഞാൻ കാനഡയിൽ ഒരിക്കൽ ചെല്ലുമ്പോൾ അപ്പോൾ ആ ഗ്രാമം മുഴുവൻ മലയാളികളുടേതാണ്. അപ്പോൾ അവർ പന്ത് കളിച്ച്, അവർ ഫുട്ബോൾ കളിച്ച് അതിൻ്റെ ട്രോഫി കൊടുക്കാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായൊരു മൊമെൻറ്റാണ്. അവിടെയൊക്കെ ചെല്ലുമ്പം ഈ ചിങ്ങമാസത്തിൽ മാത്രമല്ല, കന്നി തുലാമാസം വരെയൊക്കെ ഓണം ഇങ്ങനെ നീളുവാണ്. അപ്പം ഇവിടുത്തെ അസോസിയേഷൻകാരുടെ ഓണം ഇവിടെ കഴിഞ്ഞാൽ ഇവരും കൂടെ ചേർന്നിട്ട് മറ്റു പല അസോസിയേഷൻസ് വട്ടം എത്തി വരുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് വലിയൊരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, ഈ ശബരിമല സമയത്തൊക്കെ അവർ തമ്മിലുള്ള കൂട്ടായ്മകൾ, പിന്നെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്. അപ്പോൾ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, ഇവിടെ ആണെങ്കിൽ ഈ 10 പേര് കൂട്ടുകാരില്ലാത്തടത്ത് അവിടെ ആണെങ്കിൽ ഒരുപാട് പേര് കൂട്ടുകാരുണ്ട്. അപ്പോൾ മറ്റൊരു പ്രശ്നം പറയാവുന്ന ഇക്കണോമിക് ഡിസ്പാരിറ്റിക്കകത്ത് അവിടെ പോകുന്ന ആൾക്കാർ മെച്ചപ്പെടുന്നു, ഇവിടെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വളരെ മോശം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ യൂത്തിന് അവിടെ പോയി ഒരു കാര്യമായൊരു സ്കില്ല് പഠിച്ച് 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ മന്ത്ലി ഉണ്ടാക്കാനായിട്ട് സുഖമായ ഒരു അവസരം ഉള്ളപ്പോൾ അവരെന്തിനും ഇവിടെ സാക്രിഫൈസ് ചെയ്യണം? പിന്നെ
അടുത്തത് ലോക്കൽ സ്കില്ലിൻ്റെ ഷോർട്ടേജ്. ഇനി അതല്ല, നമ്മൾ വിട്ടാൽ തന്നെ ഇവിടെ സ്കില്ലുള്ളവർ വരുന്നുണ്ടോ? ഇവിടെ മുഴുവൻ ബംഗാളികളല്ലേ സ്കില്ല് കൊണ്ടുവരുന്നവർ, അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയല്ലേ. അപ്പോൾ സ്കില്ലിൻ്റെ ആ ഒരു സംഭവം, അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ദൂഷ്യവശമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഹയർ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ട്യൂഷനും അക്കോമഡേഷനും ലീവിങ് കോസ്റ്റും ബർഡൻ ഇതൊക്കെ അവർക്ക് കൂടുതൽ വരുന്നത്. ഒരു തെറ്റായ ചിന്താഗതി ഇപ്പോഴത്തെ യുവാക്കളിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കേരളം സെക്യൂർ അല്ല എന്നുള്ള രീതിയിൽ. സാറിന് എന്താണ് സാറിൻ്റെ അതിൻ്റെ ഒരു അഭിപ്രായം? ഞാൻ ഇതിനെ ഈ ഹയർ കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പിന്നെ നമുക്ക് ഈ 20 ലക്ഷം രൂപയ്ക്കൊക്കെ എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടുത്തതിനകത്ത് ചീപ്പാണ്. പല യൂണിവേഴ്സിറ്റികളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെ ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെ കിട്ടുന്നതിൽ ഇത് ചീപ്പാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്വാളിറ്റി, ഞാൻ ഇപ്പോൾ ഹയർ കോസ്റ്റ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ എത്ര കോളേജുകളിൽ കൃത്യമായി ക്ലാസ് നടക്കുന്നുണ്ട്? ക്ലാസ്സൊക്കെ ഓരോ ദിവസം വരുമ്പോഴത്തേക്കും ഓരോ കാരണം പറഞ്ഞ് സമരങ്ങൾ നടക്കുമല്ലേ. അപ്പം ഞാൻ ഒരു 40 വർഷം മുമ്പ് ലോ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് 100 ദിവസം ക്ലാസ് നടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എക്സാമിന് സ്വയം ഇരുന്ന് വായിച്ച് പഠിച്ചില്ല, സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച്, പരീക്ഷ എഴുതിയിട്ടുള്ളവരോടൊക്കെ ചോദിച്ച്. ഇപ്പം നമ്മുടെ MP മിസ്റ്റർ പ്രേമചന്ദ്രൻ, അദ്ദേഹമൊക്കെ എൻ്റെ സീനിയറായിട്ട് ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് റാങ്കോട് കൂടിയാണോ പാസ്സായത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ജൂനിയറായിട്ടുള്ള സ്റ്റുഡൻസ് പലപ്പോഴും പുള്ളിയുടെ അടുത്ത് പോയി നിയമം പലതും ഈ പുറത്ത് വർത്തമാനം പറയുന്ന പോലെ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഹോസ്റ്റലിൽ വെച്ചൊക്കെ പഠിച്ചിട്ടുള്ള സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അധ്യാപകരിൽ നിന്നല്ല. അത് പഠിച്ചില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ കേരളത്തിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തെ വിശ്വസിച്ച് കിടക്കാം. നിങ്ങളിപ്പോൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി. കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 100 ദിവസം ക്ലാസ് നടക്കത്തില്ലെങ്കിൽ നമ്മൾ അതിനെ വെച്ചുകൊണ്ട്, അങ്ങനെ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് നമ്മുടെ ഭാവി അവിടെ കളയാൻ പറ്റുമോ? അപ്പം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ്, യുവജന സംഘടനകൾ ഉറപ്പ് വരുത്തണം ഇവർക്ക് നാളെ ഈ പറഞ്ഞ എത്ര പേർക്ക് ഗവൺമെൻറ്റിൽ പറ്റും, പൊളിറ്റിക്സിൽ പറ്റും, ബാക്കിയുള്ളവർക്ക്. അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ പഠിപ്പ് മുടക്കുമ്പോൾ അപ്പോൾ അവിടെ കൃത്യമായി ക്ലാസ് നടക്കും. ഇപ്പോൾ ഇവിടെ ലോ അക്കാഡമി ആൻഡ് ഗവൺമെൻറ് ലോ കോളേജ് അവിടെ ഇപ്പോഴും ക്ലാസ് കുറവാണ്. പക്ഷേ പിന്നെ ന്യൂവാൽസ് ഉണ്ട്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി കൊച്ചിയിലുണ്ട്. അവിടെ എൻ്റെ മകൻ 5 വർഷം പഠിച്ചിരുന്നു. ഒരു ദിവസം പോലും ഇവിടെ ബന്ധുകൾ നടന്ന ദിവസം ഒന്നും അവിടെ ക്ലാസ് കുഴപ്പമിട്ടില്ല. പൂർണ്ണമായിട്ട് എല്ലാ ക്ലാസ്സും മുഴുവൻ കുട്ടികളും മുഴുവൻ ക്ലാസ്സിലും കയറുമായിരുന്നു. വളരെ റയർ ഓഫ് ദ റയറസ്റ്റ് ആണ്. ഇതിൽ അസുഖമാണെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നുണ്ടാണ്. അത് കഴിഞ്ഞ് LLM-ന് വേണ്ടിയിട്ട് അയാൾ പിന്നെ ഹൈദരാബാദിലെ നൽസാർ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു. അവിടെ ഒരു ദിവസം പോലും ഒരു കാരണം പറഞ്ഞും കുട്ടികൾ പഠിപ്പ് മുടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിയമസംഹിതയിൽ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇതേപോലെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലൊക്കെ എന്തുകൊണ്ട് വരുത്തിക്കൂടാ? അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂത്തിന് കേരളം അൺസേഫ് എന്ന് പറയുന്നൊരു ഫീലിംഗ്. ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ് അൺസേഫ് ആവുക എന്നുള്ള ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. മൈൻഡ് സെറ്റ് ആണല്ലോ സാർ. മൈൻഡ് സെറ്റ് അല്ലത്, അല്ല, ട്രൂത്താണ്, സത്യം തന്നെയാണ്, സത്യമാണ്. കാരണം എൻ്റെ ശിഷ്യയിൽ വന്നിട്ടുള്ളവർ പലരും പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ, അതായത് എൻ്റെ ഒരു ശിഷ്യൻ കൊച്ചിയിലൊരു ബിസിനസ് തുടങ്ങിയത് ഇവിടുത്തെ ചെരുപ്പുകൾ, യൂസ് ചെയ്ത ചെരുപ്പുകൾ, ഷർട്ടുകൾ, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഇതൊക്കെ എടുത്തിട്ട് അതിനെ ഒന്നുകൂടെ പുതുമ വരുത്തിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിൽക്കുന്ന, കോടികൾ വിൽക്കുന്ന ഒരു ബിസിനസ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് അയാൾ കൊച്ചിയിൽ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ലോറി കണക്കിന് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കയറിയിട്ട് ഒരു പൊളിറ്റിക്സിലെ ലോക്കൽ നേതാവ് ഒരു വലിയ എമൗണ്ട് ചോദിച്ചു. പുള്ളി പറഞ്ഞ് അത്ര തരാൻ നിവൃത്തിയില്ല, നിങ്ങളിനി ബിസിനസ് ഇവിടെ നടത്തണ്ട, അപ്പം നടത്തുന്നതൊന്ന് കാണണം. അയാൾ പറഞ്ഞു ഓക്കെ. അയാൾ സ്റ്റോപ്പ് ചെയ്തു ആ സംഭവം. കൊച്ചിയിൽ അയാൾ, അപ്പോൾ എറണാകുളം ജില്ല ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മലബാറിൽ നിന്ന് കൂടുതൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, ഞാൻ കയറ്റി അയക്കുന്നുണ്ട്, ബാക്കി സ്റ്റേറ്റുകളിൽ പോയി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കേസിനകത്ത് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു C2 ഇഷ്യൂ ഒക്കെ മാറിയെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാലും ഈ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം
കച്ചവടക്കാരൻ്റെ ഇല്ല ബിസിനസ്സുകാരുടെ തലയിൽ അവനാണ് അതിന് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ചെയ്യേണ്ടി വരുന്നുള്ളത്. അപ്പോൾ അത് സംരക്ഷിക്കാനുള്ളൊരു അപ്പോൾ അതിൽ നിന്നൊരു അസ്വതയുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വരാവുന്ന ഈ ഒരു പഠിക്കാൻ പോകുമ്പോൾ സോഷ്യൽ ഒരു ഐസൊലേഷൻ വരുമോ നമ്മളിവിടെ നിന്ന്. അവർ ലോൺലി അല്ല ഒരിക്കലും എബ്രോഡ് പോകുമ്പോൾ. പിന്നെ ഒരു മറ്റ് പല ചാലഞ്ചസ് വരുന്നുണ്ട് അക്കാഡമിക്കായിട്ടും കൾച്ചറൽ സെറ്റിങ്ങിനകത്തും. ശരിയല്ല, വേൾഡ് കൾച്ചറായി നമ്മൾ ലോകമായിട്ട് പോകുന്ന കുട്ടികളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ, റിസ്കുകൾക്ക് പോകുന്നുണ്ടോ, ഓക്കെ. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതെ സാർ, അതിൽ വലിയൊരു ഇപ്പോൾ ഈ അടുത്തുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മുടെ മക്കൾ പഠിക്കാനായിട്ട് പോകുന്നു, അവർ പഠിപ്പ് നേടി നമ്മുടെ നാട്ടിലെ ആ റിസോഴ്സ് അതിൻ്റെ ലിമിറ്റേഷൻസ് സാർ പറഞ്ഞു. ഇപ്പോൾ എറണാകുളത്തൊരു എക്സാമ്പിൾ കാര്യങ്ങൾ സാർ പറഞ്ഞു. അവർ അവിടെ ചെന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥകൾ, അവരെന്തെങ്കിലും കണ്ടീഷൻസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെ ബാധിക്കുന്നുണ്ടോ? അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാനഡയിലുണ്ടായ ഇന്ത്യയായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ അത് പരിഹരിച്ച് അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. ഇന്ത്യയായിട്ട് വീണ്ടും പഴയതുപോലെ ബന്ധം അവിടെ എസ്റ്റാബ്ലിഷ് ആയി. പക്ഷേ ഈ പോകുന്ന കുട്ടികൾക്കല്ല കാനഡയെ വേണ്ടത്. അവിടുത്തെ ഗവൺമെൻറ്റിനും ആ രാജ്യത്തിനും നമ്മളെ അത്യാവശ്യമാണ്. അപ്പം അവിടെ ചെന്നിട്ട് ചില പിള്ളേർ ഡ്രഗ് അഡിക്റ്റ് ആകുക. അതിവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും സെയിമാണ്. എന്നിട്ട് അവന് ജോലി കിട്ടിയില്ല, ശരിയായില്ല എന്നും പറഞ്ഞ് അവൻ കാനഡയിൽ തെറിയും പറഞ്ഞിട്ട് തിരിച്ചു വരുന്നവൻ കാണുന്നത്. അത് ഇവിടെ ആണെങ്കിലും അവിടെ ചെന്നിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് ബന്ധം പിരിയുക. അപ്പം അത് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും സംഭവം കാര്യമായിട്ട് ബാധിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരുപാട് വലിയ തുക പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ വലിയൊരു എമൗണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടല്ലേ. അത് ആ രാജ്യത്തിൻ്റെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടുന്ന് കൊടുക്കില്ല, എല്ലാവരും കൂടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കപ്പലണ്ടി എടുത്ത് കൊടുക്കുന്ന അത്രയേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ വരുമാനം നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ ഈ 10 സെൻറ്റ് സ്ഥലം വിൽക്കാൻ ഇല്ലാത്തവരാരാ ഉള്ളത്? ഈ 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ടാണ് പോകുന്നത്. അവൻ 5 വർഷം കഴിയുമ്പോൾ ഇതിന് 5 ഇരട്ടി വേണേൽ അവന് വാങ്ങിക്കാം. അത് അവന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്, അവനിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്, ഓപ്പർച്യൂണിറ്റിക്ക് എതിരായിട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ന്യൂസുകളും അത്രയും കറക്റ്റ് അല്ല. അംഗീകാരം ഇല്ലാത്ത കോഴ്സുകളാണ് ഇവർ ഒരുപാട് പേര് പോയി പഠിക്കുന്നത്. അത് സത്യമാണ്. കാരണം അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കാലം അവിടെ നിൽക്കുക, സർട്ടിഫിക്കറ്റ് വേണം, സ്കില്ല് വേണം, അവിടെ നിന്ന് പിടിക്കാനായിട്ടുള്ളത് വേണം, ഒരു ജോലിയിലേക്ക് കയറാനുള്ള സംഭവം അങ്ങനെയുണ്ട്. അതല്ലാതെ അവിടുത്തെ തന്നെ സർക്കാർ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഏജൻസിയെ ശരിക്കും പരിശോധിക്കണം. അതിൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്കാരുടെ വിശ്വാസ്യത നോക്കണം. അതെല്ലാം കൂടെ അത് നമ്മളുടെ റിസ്ക്കാണ്. അപ്പോൾ അല്ലാതെ ഈ എക്സ്പ്ലോയിറ്റേഷന് പോകുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് യങ് വിമണിനൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അത് കൂടുതൽ ഗൾഫ് റീജിയൻസിലൊക്കെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ. അത്രയൊന്നും എക്സ്പ്ലോയിറ്റേഷൻ വരുന്നില്ല. കുട്ടികൾക്ക് കാനഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും കൊച്ചിയിൽ ഇല്ലെങ്കിൽ കാലിക്കട്ട്, തിരുവനന്തപുരത്ത് അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് എത്രമാത്രം സേഫ്റ്റിയാണ്, അതിലും കൂടുതൽ സേഫ്റ്റിയാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഥ അവിടെ കംപ്ലീറ്റ്ലി മാറുക. അതിൻ്റെ പുറകെ നടക്കണ്ട. ഇവിടെ നമുക്കതിലൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ നമ്മൾ നടക്കണമല്ലോ. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ സെക്യൂരിറ്റിയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഈ ജോബ് മാർക്കറ്റ് സാച്ചുറേഷൻ വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ എടുക്കുന്ന സ്കില്ല് പോലെ ഇരിക്കും. നമ്മൾ നല്ലപോലെ പഠിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ അവിടെ നമ്മൾ ഏതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പിന്നെ ചില ഇതെടുക്കുന്ന ആൾക്കാർ ചില സ്കില്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഭയങ്കര ഡിമാൻഡ്, അവിടെയും ഡിമാൻഡാണ്. പിന്നെ നമ്മളുടെ ടാലൻറ്റുമായിട്ട് ചേരണം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് അങ്ങനെയല്ല. ഒരുപാട് പേര് കാനഡയിലൊക്കെ പോയി പഠിച്ച് അവർ സ്വത്തൊക്കെ ഉണ്ടാക്കി ബിസിനസ്സൊക്കെ ആയിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കേരളത്തിലുള്ള ബിസിനസ്സുകാരൊക്കെ കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങോട്ട് ബിസിനസ്സുമായിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്, മലയാളീസ് ഉണ്ട്. സാർ, വേറൊരു വിഭാഗം അത് നമ്മുടെ നാട്ടിൽ വലിയൊരു വിഷമമായിട്ട് മാറുന്നുണ്ട്. പാരൻസ് അവരുടെ പ്രായത്തിക്കാകുമ്പോൾ അവരവിടെ പോയി പഠിച്ച് അവിടുന്ന് കല്യാണം കഴിഞ്ഞ് നമ്മുടെ പൈതൃകവും ഇതെല്ലാം അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ച് വരാത്തൊരു കാലഘട്ടം, പാരൻസ് അവിടെ തനിച്ചായി പോണ ഒരു വലിയൊരു അവസ്ഥ. ഞാനത് നേരത്തെ ആൻസർ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞുങ്ങളാരും വലിയവരെ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു ചാലഞ്ചസ് പറയാം, വിസയും അതിന് ലീഗൽ ചാലഞ്ചസ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കേരളത്തിൻ്റെയൊക്കെ ഡിപ്പെൻഡൻസി ഓൺ റെമിറ്റൻസ്,
ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം കംബോഡിയയിലായിരുന്നുകൊണ്ട് കംബോഡിയ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 4 ടൈംസ് ബിഗ്ഗർ ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ പിന്നെ പോപ്പുലേഷൻ അത്ര തന്നെ ഇല്ല. പക്ഷേ ശകലം കൂടെ താഴെയാണ്, ഒരു 2 crores ഉള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ GDP-യുടെ 1/3 മാത്രമേ കംബോഡിയയുടെ GDP ഉള്ളൂ. പക്ഷേ ഒരുപാട് ഹോട്ടൽസും കാസിനോസും ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന പൈസയിൽ എബ്രോഡിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ് ഏറ്റവും വലുത്. എക്കണോമിക്സ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് നമ്മളത് എടുത്ത് കളയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ കാനഡ, ഓസ്ട്രേലിയ ഒക്കെ പോകുന്ന ആൾക്കാർ അവർ തിരിച്ചു വരുന്നില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് പിന്നെ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് അവർ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിടാനോ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്, നമുക്ക് സ്വസ്ഥമായൊരു സ്ഥലം വേണം. അടുത്തത് നമുക്ക് ഈ സോഷ്യൽ ഇനിക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ ഈ കാനഡയിൽ അങ്ങനെ സോഷ്യൽ ഇനിക്വാളിറ്റി ഇല്ല, ഓസ്ട്രേലിയയിലില്ല, UK യിലുണ്ടാവാം. പിന്നെ US എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഐഡിയൽ ബഹുസ്വര സൊസൈറ്റിയാണ്. ലോകത്തിൻ്റെ എല്ലാ രാജ്യക്കാരും ഉണ്ട് അവിടെ. അതുകൊണ്ട് നമുക്കായിട്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ, അങ്ങനൊരു സംഭവമുണ്ട്. കാര്യം ഒരു 20 വർഷത്തിനൊക്കെ മുമ്പ് IT കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഡിഫറെൻ്റാണ് അമേരിക്കൻ മലയാളീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാരോട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. അവർ 2009 റിസഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി വിട്ടിട്ട് അവർക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പണിക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർക്കന്ന് ചെല്ലാൻ പറ്റിയിരുന്നത് മലയാളി അസോസിയേഷൻസിലൊക്കെയാണ്. അന്നേരം ചെന്ന് ചേട്ടാ സഹായിക്കണം എന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഈ 4 ലെറ്റർ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇന്ത്യൻസിനെ കുറിച്ച്. പക്ഷേ അവരെന്ത് ചെയ്തു, മലയാളികളാണ് അവർക്ക് സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അവർക്കത് മനസ്സിലായി. ഇപ്പോഴും ദാറ്റ് ഇന്ത്യൻ മാൻ, നമ്മളുടെ ഐഡൻറ്റിറ്റി അവിടെയും ഇന്ത്യൻ എന്നുള്ളതാണ്. വിവേക് രാമസ്വാമി ഏതാണ്ട് 3-4 സ്റ്റേറ്റുകളിൽ അമേരിക്കൻ പ്രസിഡൻറ്റുള്ള ഇലക്ഷന് ക്യാമ്പയിൻ നടത്തി ട്രംപിനെതിരായിട്ട് നിന്ന് വിജയിക്കാനുള്ള രീതിയിലേക്ക് പ്രൈമറിയിൽ ഇറങ്ങിയ ആളാണ്. അപ്പോൾ ട്രംപ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൂടെ പിടിച്ചു ചേർത്തിട്ട് അദ്ദേഹത്തെ ഇന്ന് അവിടെ ഒരു ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹം ഹിംസെൽഫ് ഈസ് എ ബില്യണയർ. അപ്പം പക്ഷെ അവിടെയൊക്കെ ഇദ്ദേഹത്തിന് നേരിടാനായിട്ട് വന്നത് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരിതുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മളുടെ ഐഡൻറ്റിറ്റി ഇന്ത്യനാണ്. അതിപ്പം അമേരിക്കയിൽ പോയിട്ടുള്ളവരാണെങ്കിലും ശരി, ലോകത്ത് എവിടെ പോയിട്ടുള്ള മലയാളികളും അതങ്ങ് സ്വീകരിക്കാൻ തുടങ്ങി പ്രൗഡായിട്ട് തന്നെ. ഐ മീൻ ഇന്ത്യൻ. ഇപ്പോൾ മാർക്ക് സക്കർബർഗിൻ്റെ വൈഫ് ചൈനീസാണ്. അപ്പോൾ അവരെല്ലായിടത്തും പറയാൻ ചൈനീസ് എന്നുള്ളത് അവർ പറയുക, അക്സെപ്റ്റ് ചെയ്യുക. അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ വൈഫ് ഇന്ത്യനാണ്. അപ്പോൾ എന്താണ് അവർക്ക് പറയുമ്പോൾ എന്ത് ചെയ്യാം, അവർക്കവിടെ ആ ഇന്ത്യൻ എന്നുള്ളത് അവർക്കവിടെ പലപ്പോഴും അങ്ങനെ ഒന്നിട്ട് കട്ട് ചെയ്ത് തരാം. അവിടെ എന്തോ ഒരു സാധനം കയറി വീണം, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ. അപ്പം അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ വൈഫ് ഇന്ത്യനാണ്. അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ എന്ന് പറയുന്ന, അപ്പോൾ തന്നെയല്ല പ്രധാനപ്പെട്ട ഒരുപാട് രംഗത്തേക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യക്കാരൊരു ബ്രാൻഡായി മാറി. പിന്നെ മറ്റൊന്ന് പറയുമ്പോൾ ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ് അവർ കളയുവാണ്. അല്ല, ബാക്കിയുള്ളവർ പോകാത്തവരെടുത്തോട്ടെ, അവരുടെ ബ്രെയിൻ വേസ്റ്റ് ആകുന്നു. ഇതൊക്കെ ഇതിനെതിരെയുള്ള ഇതാണ്. പൊട്ടൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ നാളെ ഉണ്ടാകാം, റേഷിസം ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് ആ സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഞാനെപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളിയായിട്ട് ചിന്തിക്കാതിരുന്ന് നമ്മളൊരു വിശ്വ പൗരനായി മാറുക. ഓരോരുത്തരും കൾച്ചറലി ഓപ്പർച്യൂണിറ്റിയിൽ ഇതിനൊരു പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ ഞാനെപ്പോഴും എന്ന് വെച്ചാൽ അവിടെ പോയി നിൽക്കാൻ ഞാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് പോകാനില്ല. പോകുന്നത് നല്ലതാണ്. ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഗാന്ധിജി വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, രക്ഷപ്പെടാനുള്ള വഴി. പക്ഷെ നമ്മൾ ക്വിറ്റ് ഇന്ത്യയിൽ തിരിച്ചു വരണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എനിക്കൊരു മാസ് ഓഡിയൻസ് ഉണ്ട് ഇവിടെ, എനിക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. ഞാൻ പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പോയില്ലായിരുന്നു എനിക്കിതൊന്നും കാണത്തില്ല. അംബേദ്കർക്ക്, ഗാന്ധിജിക്ക്, നെഹ്റുവിന്, പട്ടേലിന്, ഇവർക്കൊക്കെ അംഗീകാരം വന്നതിനാണ്. ഡോക്ടർ കലാമിന്, ഇവർക്കെല്ലാം പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ്. അതുകൊണ്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒത്തിരി ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി, നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ്റെ, എനിക്കിപ്പോഴും അറിയാം, ഞാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് എഡ്യൂക്കേഷൻ ചെയ്തതാണ്. എൻ്റെ
5 പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിയമം പഠിച്ചിട്ടുണ്ട്, നിയമത്തിൽ റീസെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കേരളമായിട്ടാണ് കൂടുതലും. എൻ്റെ പ്രധാനപ്പെട്ട ഡിഗ്രികളെല്ലാം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കഴിവുകൾക്ക് എനിക്ക് ക്വാളിറ്റി കിട്ടിയത് ഞാൻ ഈ ഷോർട്ട് ടൈം കോഴ്സുകൾ അമേരിക്കൻ പ്രോഗ്രാമുകളിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് പുതിയ ചിന്തകൾ ഒത്തിരി വന്നു. അതെൻ്റെ ഒരു വലിയ നേട്ടമായിട്ട്. അപ്പോൾ എൻഹാൻസ്ഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പിന്നെ ഗ്ലോബൽ എക്സ്പോഷർ, പുതിയ ഓപ്പർച്യൂണിറ്റികൾ തോന്നുന്നില്ല സാർ. പുതിയ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മനസ്സിനകത്ത് ഈ ലോകം മുഴുവൻ എങ്ങനെ കിടക്കുന്നത്, കേരളം മാത്രമല്ല. എനിക്ക് മലയാളി എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ തോന്നുന്നേ ഇല്ല, കേരളം എന്ന് പറഞ്ഞ് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ആൾക്കാരെയും ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളത്, ഞാൻ US ഒരു ട്രെയിനിങ് എടുക്കുകയോ അല്ലെങ്കിൽ ഗൾഫിലോ UK ട്രെയിനിങ് എടുക്കുകയോ ആ ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്നതോടുകൂടി ഓഡിയൻസുമായിട്ട് ഞാൻ പിന്നെ ഒരിക്കലും ഒരു ബന്ധമില്ല. അപ്പോൾ ഞാനവിടെ 1000 പേർക്ക് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ പോലും ഞാനുമായിട്ടൊരു ആത്മബന്ധമോ ഒരു ഇതൊന്നും വരുന്നില്ല. പക്ഷേ കേരളത്തിൽ എല്ലാവരും ഒന്നുമില്ല. പക്ഷേ കേരളത്തിൽ ട്രെയിനിങ് എടുക്കുന്നതിനകത്ത് ഒരു 25% ആൾക്കാരെങ്കിലും, പിന്നെ അവരുടെ മക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, ഇവരെല്ലാം എല്ലാവരും വന്ന് പല ട്രെയിനിങ് എടുത്ത് പോകാറുണ്ട്. ചില ആൾക്കാർ കുറ്റമൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ച് പറയാമെന്ന് പറയുന്നത്. പക്ഷേ ഇവരുമായിട്ട് അപ്പോൾ ഈ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ 5 വയസ്സൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ പിന്നെ പേരൻസുമായിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോഴത്തേക്കും എന്നെ കണ്ടാവുന്ന കുട്ടികൾ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു അപരിചിതത്വമില്ലാതെ തന്നെ എൻ്റെ ദേഹത്ത് പിടിക്കാനോ ഒരു അടുപ്പം കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ഒത്തിരി വില കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേരളത്തിൽ ട്രെയിനിങ് എടുക്കുന്ന ഇഷ്ടമാണ്. എന്നാലും ലോകമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് എൻ്റെ മനസ്സ് വെമ്പുന്നത്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് പുറത്ത് പോയി പഠിക്കുമ്പോൾ ഒരുപാട് സ്കില്ലും പ്രൊഫഷൻസും ഇൻ്റർപേഴ്സണൽ സ്കിൽസും കിട്ടുന്നുണ്ട്. ഹയർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ധാരാളം വരുന്നുണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും. നമുക്ക് പുതിയതായിട്ടുള്ള ഇന്ന് വരെ നമ്മൾ വേറെ ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരുപാട് നെറ്റ്വർക്കിംഗ് ബെനിഫിറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ പലതും ചെയ്യുമ്പോൾ എന്നെ പണ്ട് ഒത്തിരി കുറ്റം പറഞ്ഞിരുന്നിട്ട് എൻ്റെ നല്ല വശങ്ങൾ പറയാൻ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ആളെ കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം മാത്രമായിരുന്നു. പക്ഷേ ഇതേ കാര്യം ഞാൻ എബ്രോഡ് പോയി ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു 10-30 പേരെങ്കിലും വന്ന് കാർഡുമൊക്കെ തന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് അവർ നമ്മളെ ഈ പറഞ്ഞ ഓരോ സെൻറ്റൻസിനെ അല്ലെങ്കിൽ ഓരോ ഐഡിയയും അനുമോദിച്ചിട്ടുള്ള, ഇപ്പോഴും ഈവൻ ടുഡേ കേരളത്തിലൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഒരു അനുമോദനവും വലിയൊരു ഊർജ്ജമാണ് നമുക്ക്. അവിടെ വെച്ചിട്ട് ഇങ്ങനെ പേഴ്സണലി വന്നിട്ട് പറയുമ്പോഴത്തേക്കും വരുന്ന ഒരു ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു US ഒരു സിറ്റിയിൽ ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടുത്തെ മേയർ വന്നിരുന്നു. മേയറാണെന്നൊന്നും അവിടെ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയും പ്രോഗ്രാംസൊക്കെ വേണമെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടത് കൊച്ചു സിറ്റിയാണ്. അപ്പം ഞാൻ അവിടുത്തെ മേയറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പം പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പം അദ്ദേഹം എൻ്റെ ക്ലാസ്സിനെക്കുറിച്ച്, ഞാൻ പ്രത്യേകിച്ച് മനസ്സിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞത് വളരെ യൂസ്ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് നല്ല അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എനിക്ക് കേരളത്തിൽ ഇന്നും ഉണ്ട്. എന്നാലും അത്ര എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നത് ഞാനായിരിക്കും. എങ്കിൽ പോലും മറ്റുള്ളവർക്ക് കിട്ടുന്ന, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നവർ ജീവിതം ഒരേ ഒരു ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട് പോകുമ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്നിടത്തോട്ട് മാറില്ലേ? അതെ, ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു പാർട്ടാണല്ലേ സാർ? അതെ. പിന്നെ ഈ ടോട്ടൽ വോളിയം ഓഫ് വെൽത്ത് നോക്കുകയാണ്. പുറത്ത് പോയിട്ടുള്ളവർക്ക് അവർക്ക് ഈ പിന്നെ ലൈഫിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു വെൽത്ത് ഉണ്ട്, അറ്റ്ലീസ്റ്റ് 2 വീടെങ്കിലും ഉണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പിന്നെ പല ഇന്നോവേഷൻസ് നടത്താനും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ നമുക്ക് പുറത്ത് ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ കാനഡയിൽ പോയാൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി അവിടുത്തെ സിറ്റിസൺ ആയി തീർന്നു കഴിഞ്ഞാൽ, ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ മാസം തോറും ജീവിക്കാനുള്ള പൈസ സർക്കാർ തരും. ഏത് അസുഖം വന്നു കഴിഞ്ഞാലും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ കിട്ടുന്ന അതേ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കും കിട്ടും. നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് നിങ്ങൾ 5 പൈസ മുടക്കണ്ട. UK പറ്റത്തില്ല, കാനഡയിലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് നോക്കിക്കോളും. 4ാമത്തെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വയസ്സായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയ ഈ 1500, 2000, 6000 രൂപ ഗവൺമെൻറ് അതൊന്നും ആവില്ല. പക്ഷേ അവിടെ നമുക്ക് ഫുൾ നമ്മളെ നോക്കാനുള്ള സംവിധാനം, ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ 100% കാനഡയിൽ ചെയ്താലും കാനഡ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ എത്രമാത്രം വലുതാണ്, അവിടെ ഒന്നും ആവില്ല.
അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ എൻഹാൻസ്ഡ് കരിയർ പ്രോസ്പെക്റ്റ്, ഞാനെന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ക്ഷണിക്കുകയല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വളരെ ഡിസ്ക്രീറ്റായിട്ട് നമുക്ക് പ്രയോജനപ്പെട്ടത് മാത്രം എടുത്ത് ഉപയോഗിക്കുക. ബെറ്റർ ലീവിങ് സ്റ്റാൻഡേർഡ്സ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, പാർക്കുകളോ ബാക്കി യാത്രാ സൗകര്യങ്ങളോ ഒക്കെ, പിന്നെ റീസെർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ അവിടെ കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന ഒരു ഏറ്റവും വലിയ കാര്യം ഓവർസീസ് ഇന്ത്യൻ എന്ന് പറയും. നിങ്ങളത് ChatGPT-യിലോ നെറ്റിലൊക്കെ എടുത്ത് പരിശോധിക്കണം. നമുക്ക് ഇന്ത്യക്കാരന് വോട്ട് ചെയ്യുന്നത് ഒഴിച്ചു ബാക്കി എല്ലാ സൗകര്യവും ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഓവർസീസ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഒന്നൊന്നര ഇന്ത്യൻ പൗരനാണ്. കാരണം അവിടുന്ന് കാശുണ്ടാക്കാം, ഒരു വിസയും വേണ്ട, എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഈ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ഒഴിച്ചു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം. ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റി ആയി മാറാൻ. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേരളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കേരളത്തിൽ ജീവിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ്, ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ഗൈഡൻസ് കൊടുത്തിരുന്നില്ല. ഞാൻ ഇനി ഇതിനെക്കുറിച്ചുകൂടെ ഗൈഡൻസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പുറത്തേക്ക് പോകുന്നവരെ റിസ്ക് കുറയാനും അവർക്ക് പോകുവാണെങ്കിൽ തന്നെ ഈ ബിറ്റ്വീൻ രാജ്യങ്ങളിൽ എവിടെയാണ് ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റി, അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ. പിന്നെ നമുക്ക് അവിടെ ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ട് കൂടുതലാണ്. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഇങ്ങോട്ട് തരുന്ന ഇക്കണോമിക് കോൺട്രിബ്യൂഷനും നമ്മളിപ്പോൾ ഇപ്പം കാനഡയിൽ ഇവിടുത്തെ കഴിഞ്ഞ് ടാക്സ് കൂടുതലാണ് കാനഡയിൽ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ 1 കോടി രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പിന്നെ മാക്സിമം പോകുന്നൊരു 33 ലക്ഷം രൂപ ടാക്സ് പോകും. ഓക്കെ. കാനഡയിൽ നമ്മൾ 1 കോടി രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപയും ടാക്സ് പോകും. പക്ഷേ 50 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ നമുക്ക് വിഷമമില്ല. കാരണം എന്നറിയോ, അത്രയും ബെനഫിറ്റ്സ് നമുക്ക് സർക്കാരിൽ നിന്നും ഓൾഡ് ഏജ് ട്രീറ്റ്മെൻറ്റ് ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ വിഷമത്തോടു കൂടി അല്ല കൊടുക്കുന്നത്. കാനഡയിലെ ആൾക്കാർ കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഇക്കണോമിക് കോൺട്രിബ്യൂഷൻ, ആന്ത്രപ്രനേറിയൽ ഗ്രോത്ത്, നിങ്ങളൊരു വ്യവസായിയാണെങ്കിൽ ഇവിടുത്തെ കഴിഞ്ഞും വളരെ വളരെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ഇലോൺ മസ്ക് ആണല്ലോ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത്. രണ്ടാമത് നിൽക്കുന്നതിൻ്റെ ഇരട്ടിയോളം പുള്ളി വരുന്നുണ്ട്. എൻ്റെ കണക്കുകളനുസരിച്ച് ലോകത്തിൽ ആദ്യത്തെ ട്രില്യനെയറും ഒരു പക്ഷേ ഇലോൺ മസ്ക് ആയിരിക്കും. പക്ഷേ അദ്ദേഹം US ലോകത്ത് എവിടെ ജീവിച്ചാലും, അയാളുടെ സ്വന്തം നാടായ സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ചാലും അദ്ദേഹം ഇതിൻ്റെ അടുത്തൊന്നും വരില്ല. അപ്പോൾ US തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്നും നമുക്ക് US ചെന്ന് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ല രാജ്യം US ആണെന്ന് തന്നെ. അമേരിക്കൻ ചാരനൊന്നുമല്ല, അമേരിക്കയുടെ പോളിസികളെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുമാണ് ഞാൻ. പക്ഷേ ബിസിനസ് ചെയ്യാൻ ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ പേരൻസിനെ കൊണ്ടുപോകാം. ഓക്കെ. എന്താ ബുദ്ധിമുട്ടിരിക്കുന്നത്? ഒരു ബുദ്ധിമുട്ടില്ല. പേരൻസ് അവിടെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്, ഒരു പ്രയാസവും അവർക്കവിടെ. ഇപ്പം പുതിയ കാലഘട്ടത്തിൽ നമ്മളവിടെ ഇനി ഒരു കാര്യം ചെയ്യുക, 10 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 10 years, അതായത് 2035 2036 നമ്മുടെ പേരൻസ് ഒരുപാട് അവിടെ ആയിരിക്കും. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഈ ഓവർസീസ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യനായിട്ട് തന്നെ. അപ്പോൾ അവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും പിന്നെ ഒരു ബ്രോഡൻഡ് പെർസ്പെക്റ്റീവ്. ഇവിടെ നമ്മൾ ജാതിയിലും മതത്തിലും കമ്മ്യൂണിറ്റിയിലും റിലീജിയനിലും ഒരുപാട് കൺഫ്യൂഷനായി മാറിപ്പോണ്ടിരിക്കും. അതെ, ഏതാണ് ശരി എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. സോഷ്യൽ മൊബിലിറ്റി നമുക്ക് കൂടുതലാണ്. പിന്നെ അപ്പം എനിക്ക് ഇത് ചെയ്യുന്നത്, ഇപ്പോൾ US ഹിന്ദുസിൻ്റെ മാത്രമായിട്ടുള്ള പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ മാത്രമായിട്ടുള്ള പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യനാണ് എന്നുള്ളതല്ലാതെ അവർക്കവിടെ പറ്റിയെങ്കിൽ 0 മലബാർ അതിൽപ്പെട്ടവരാണെങ്കിൽ. പക്ഷേ അതല്ലാതെ വേറൊരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, അതൊരു ഇഷ്യൂ അല്ല. ഇവിടെ നമുക്ക് മാന്യമായിട്ടൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ കൂടെ നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവൻ ഏൺ ചെയ്യുന്നുണ്ടോ, അവൻ കഴിവുള്ളവനാണോ, ഭയങ്കര കോംപ്ലിസിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അതെ, കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ദുരാഭിമാനത്തിൻ്റെ പേരിലുള്ള വധം, കൊല. അപ്പോൾ നമ്മളൊരു എപ്പോഴും ഒരു ഗ്ലോബലൈസ് ചെയ്യുക, ഭാരതീയനായിരിക്കുക, മലയാളിയായിരിക്കുക, അത് അവിടെയും ഇവിടെയും ചെയ്യാമല്ലോ, തിരിച്ചു വരാമല്ലോ. എൻ്റെ ഒരു ആഹ്വാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോകണമെന്ന് ആഗ്രഹമുള്ളവർ എപ്പോൾ ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്ന തീർച്ചയായിട്ടും ഞാൻ ഗൈഡൻസ് തരാം, എവിടെയാണ് ബെറ്റർ എന്നുള്ളത്. പോകാൻ പറ്റുന്ന പ്രായത്തിൽ തന്നെ പോവുക. പക്ഷേ എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരൂ.
തിരിച്ചു വരുമ്പോൾ നല്ല ബിസിനസ്സുകാരനായിട്ട് വ്യവസായിയായിട്ടൊക്കെ നിങ്ങൾ തിരിച്ചു വരും. ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അത് കേരളം മാത്രമല്ല, നിങ്ങൾക്ക് പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ കേരളം മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ അതെ, നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഗ്ലോബലി ഫ്രണ്ട് സർക്കിളായി മാറാണ്. അതെ, ഗ്ലോബൽ ഫ്രണ്ട് സർക്കിൾ. അതുകൊണ്ട് ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.